ഒരാള് ചെറിയ ഒരു നന്മ ചെയ്താൽ നാളെ പരലോകത്ത് അവനത് കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നവരാണ്. നമുക്കറിയില്ല പ്രതിഫലത്തിന്റെ വ്യാപ്തി, നമുക്കറിയില്ല. ഇവിടെ 5000 ചോദിച്ചപ്പോ കൊടുത്തവര് ഇവിടെ 50,000 ചോദിച്ചത്, ഇവിടെ വെറും ഒരു 10,000 ചോദിച്ചപ്പോ ഇന്നലെ 12ഓളം പേര് തന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ തരാൻ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിന്റെ പേരിൽ നിങ്ങളൊരു 100 രൂപ തന്നിട്ട് പറയുന്നു, സാറേ എന്റെ കയ്യിൽ എന്റെ കാങ്കോല് പള്ളിയുടെ കടം വീട്ടാൻ എത്രയേ ഉള്ളൂ, മതി എന്റെ ചെറുപ്പക്കാരാ, മതി എന്റെ പെങ്ങളെ. ആ ഒരു രൂപ, 100 രൂപ, 10 രൂപ, 20 രൂപ, ഇതെല്ലാം നാളെ പടച്ചോന്റെ മുമ്പിൽ നമ്മളെ കണ്ടുമുട്ടാനുള്ളതാണ്. ഇനി ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു പട്ടിണി പാവം വീട്ടുമുറ്റത്ത് വന്ന് കൈനീട്ടുമ്പോ ആ പട്ടിണി പാവമാണ് വീടിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നത്. പക്ഷെ കൈനീട്ടുന്ന വീട് എവിടെയാണ്? അതാരുടെ വീടാണ്? അതിനേക്കാൾ ദരിദ്രനാണ്. ഒന്നും അവിടെ നിന്ന് കൊടുക്കാനില്ല, ഒന്നും കൊടുക്കാനില്ല. ആ സമയത്താണ് പാവപ്പെട്ടവനൊരു കാരക്ക എടുത്തു. ആകെ വീട്ടിനകത്ത് ശേഷിക്കുന്ന ഒരു കാരക്കയാണ്. ആ ഒരു കാരക്ക എടുത്തിട്ട് അതിനെ 4ആയിട്ട് കീറുകയാണ്. ഒന്നയാൾക്കുള്ളതാണ്. ആ ഒരു 3 ഭാഗത്തിൽ ഒന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കുള്ളതാ. പ്രിയപ്പെട്ട പൊന്നുമോൻ ഒരെണ്ണം കൊടുക്കണം. പിന്നെ ഒന്നുണ്ട്, അത് കൈനീട്ടി അരിച്ചവന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുകയാണ്. ചിന്തിക്കണേ സഹോദരങ്ങള്, വീട്ടിലും ഒന്നുമില്ലാത്തതിന്റെ പേരില് ആ പാവപ്പെട്ട സഹോദരന്റെ വീട്ടുമുറ്റത്ത് വന്ന് കൈനീട്ടി ആളിനെ മടക്കി വിട്ടില്ല. ഒരു ഈത്തപ്പഴം എടുത്തിട്ട് 4ആയി കീറിയിട്ട് ഒന്ന് അയാളെടുത്തു, ഒന്ന് വന്നവന് കൊടുത്തു, 2 കീറ് മകനും ഭാര്യയ്ക്കും വേണ്ടി മാറ്റിവെച്ചു. ഈ പാവപ്പെട്ട സഹോദരന് ഈ കൈനീട്ടിയവന് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞിരുന്നെന്നറിയോ? ഇത് പ്രതിഫലമുള്ളതൊന്നുമല്ല. കാരണം നിനക്ക് വയറ് നിറച്ച് ഞാനൊന്നും തന്നില്ലല്ലോ, നിന്റെ വയറിന്റെ വിശപ്പ് മാറ്റിയിട്ട് ഞാൻ നിനക്ക് ഭക്ഷണം തന്നില്ലല്ലോ. ഈ കാരക്കയുടെ 4-1 കൊണ്ട് നിനക്കെന്ത് കിട്ടാനാ? അതുകൊണ്ട് അല്ലാഹു ഇതിന് പ്രതിഫലമൊന്നും തരില്ലെന്ന് പറഞ്ഞു ഈ പാവപ്പെട്ടവന്റെ കൈവെള്ളയിൽ വെച്ചുകൊടുത്ത ഈത്തപ്പഴത്തിന്റെ 4-1 കീറ് കണ്ടപ്പോ അല്ല പറയുകയാണ്, ആരൊരാളും നന്മ അണുമണി തൂക്കും. ഒരു ഡോട്ട്, ഇന്റർനെറ്റ് യുഗമാണ്. ഒരു ഡോട്ട് ആരെങ്കിലും നന്മ ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. ഒരു സംശയവും വേണ്ട. ചെറുതാണെങ്കിലും അല്ലാഹു അത് കണ്ട് അതിന് പ്രതിഫലം അല്ലാഹു തരുന്നു. നിങ്ങൾ ആലോചിച്ചേ സഹോദരിമാര്, ചിന്തിക്കും അത്ര വലുതാണോ ഉസ്താദെ അന്നത്തെ ഈത്തപ്പഴം? അല്ല, ഇന്നത്തെ ഈത്തപ്പഴത്തിന്റെ വലിപ്പം തന്നെ അന്നുള്ളത്. അവരങ്ങനാണ് പട്ടിണി കിടന്നത്. നമുക്കെന്നെ കൊണ്ട് പറ്റുമോ? നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറ്റുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഈത്തപ്പഴം കൊണ്ട് നമ്മളെ വീട്ടില് ഭർത്താവ് നോമ്പ് തുറന്നിട്ട് വീട്ടിൽ വരുമ്പോ ഈത്തപ്പഴം അങ്ങാനെടുത്ത് മുമ്പ് വെച്ചു കൊടുക്കാമെങ്കിൽ നിന്നെ ആദ്യം എടുത്ത് കരണ്ടി എറിയും. ശരിയല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് കറി പോരാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ കറി മോശമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഭാര്യമാർക്ക് സൂഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാൻ. ഭർത്താവ് വീട്ടിൽ വന്നിട്ട് അടിയുണ്ടാക്കി, കറി പോരാ. എന്താ കാര്യം? നിന്റെ കെട്ടിയോന് വിശപ്പില്ല, അത് തന്നെ കാര്യം. നിന്റെ ഭർത്താവിന് വിശപ്പുള്ള ഒരാള് കറിയുടെ രുചി നോക്കാൻ നിൽക്കുവോ? പെട്ടെന്ന് വാരി വലിച്ച് തിന്നല്ലേ ഉള്ളൂ. മെത്ത പോരാ, കട്ടില് പോരാ, വിരിപ്പ് പോരാ, കാറ്റ് പോരാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നിനക്ക് ഉറക്കം വരാത്തോണ്ട്. ബസ്സിൽ കയറി ഒരാള് കണ്ടക്ടർ അടുത്ത് മെത്ത വിരിക്കാൻ പറയൂ. ഉറങ്ങുമ്പോ നിന്നങ്ങ് ഉറങ്ങുകയല്ലേ ചെയ്യുന്നത്. കാരണം എന്താ? ഉറക്കം വന്ന പിന്നെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും കിടക്ക, ഉറങ്ങുക. വിശന്ന് എന്താ ഉള്ളേടി? ഒന്നുമില്ല. എന്നാലും അത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതായാലും മതി, വെള്ളത്തിൽ മുക്കി, ഉപ്പ് വെള്ളത്തിൽ മുക്കി കഴിക്കാൻ. കാര്യം എന്താ? നിനക്ക് വിശന്നപ്പോ നീ വേറൊന്നും ആലോചിച്ചില്ല. കറി പോരാന്ന് പറയുന്നവർ മനസ്സിലാക്കിക്കോളി, നിന്റെ ഭർത്താവിന് വിശന്നിട്ടില്ല. കിടക്ക പോരാന്ന് പറയുന്നവർ മനസ്സിലാക്കിക്കോളി, നിന്റെ കെട്ടിയോക്ക് ഉറക്കം വന്നിട്ടില്ല. അത് തന്നെയാണ് കാര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, വയറ് നിറച്ച ഭക്ഷണം കഴിക്കാൻ അന്നുള്ളവർക്കൊന്നുമില്ല. 3 മാസമാണ് അടുപ്പിന് തീ പുകയാത്തത്. പണ്ട് ഒരു സ്ഥാനാർത്ഥി ആദിവാസി ഊരി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ജയിച്ചാൽ നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പും കക്കൂസും തരാന്ന് പറഞ്ഞു. ആദിവാസി മുമ്പൻ ചോദിച്ചു, അടുപ്പ് പോകില്ലേ പിന്നെ കക്കൂസിന്റെ ആവശ്യം ഉണ്ടെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടില് 3 മാസം 90 ദിവസം അടുപ്പിന് തീ പുകഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയാൻ 4 അടുപ്പുണ്ടായി കാണും, അതാണ് പുക വരാത്ത. അല്ല, ഈ 3 മാസക്കാലം വീട്ടിൽ 2 കറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ്? പച്ചവെള്ളം, ഈത്തപ്പഴം.
പച്ചവെള്ളം കറുപ്പോ? അതെ, തോൽപാത്രത്തിൽ പച്ചവെള്ളം എടുത്തു വെക്കുമ്പോ അതിന്റെ മുകൾ ഭാഗം കറുത്തിരിക്കും. ഈ രണ്ട് കറുപ്പല്ലാതെ ഒന്നുമില്ല. നേരം വെളുത്ത് ആയിഷയോട് ചോദിക്കും, ആയിഷ ഇന്ന് വല്ലതും കഴിക്കാണ്ടോ? ആയിഷ പറയും, നബിയെ ഇന്നൊന്നുമില്ല. ശരി, അൽഹംദുലില്ലാ, ഇന്ന് എനിക്ക് നോമ്പാ. ഇങ്ങനത്തെ ഒരു ഭർത്താവിന് എവിടെ കിട്ടും? ഇങ്ങനെ ഒരു ഭർത്താവിന് എവിടെ കിട്ടും? ഭർത്താവിനെ കിട്ടിയാൽ തന്നെ ഇങ്ങനത്തെ ഭാര്യ എവിടെ കിട്ടും? ഇങ്ങനൊരു ഭാര്യ നിങ്ങൾ ആലോചിക്കുക. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറയാ ഇന്നൊന്നുമില്ല കഴിക്കാനെന്ന് പറഞ്ഞാൽ അവൾ അപ്പോഴേ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കില്ലെങ്കിൽ അപ്പോഴേ വാപ്പാക്ക് മെസ്സേജ് കൊടുക്കും, അല്ലേ? അങ്ങനെ സഹിക്കുന്ന ക്ഷമിക്കുന്ന ദമ്പതികൾ സന്തോഷത്തോടു കൂടി പോകും. സന്തോഷത്തിലും സന്താപത്തിലും ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ഭാര്യ അതാണ്. അല്ലാതെ എന്റെ സഹോദരങ്ങളെ ഇന്ന് തമ്മിൽ കലഹവും പ്രശ്നങ്ങളുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാരക്ക എടുത്തിട്ട് 4 കീറിയിട്ട് അതിൽ ഒരു ഭാഗം പല്ലിലൊട്ടാനല്ലേ ഉള്ളൂ, എങ്കിലും അത് അവർക്കൊരു വലിയൊരു മുതലായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ബാക്കി പത്രം ഇത്രയാണ്. അത് നാളെ പരലോകത്ത് കാണും. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 50,000 ഒന്നും കൊടുക്കണ്ട. ഇന്ന് അൽഹംദുലില്ലാ ഒരു സഹോദരൻ ബഹുമാനപ്പെട്ട തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഈ സംരംഭത്തിന് ഓൺലൈനിൽ ഇപ്പോഴും അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ പരിപാടി. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ കാങ്കോലിലെ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും 25,000 രൂപ ഒരു സാധുവായ സഹോദരൻ ഇവിടെ ഓഫർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഡ്രസ്സറിന് 10,000 രൂപ ഇന്നലെ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്ന് പറഞ്ഞോളി. അൽഹംദുലില്ലാ. ഇത് കൊടുക്കുമ്പോഴും ഒന്നും കൊടുക്കാനില്ലാത്തവർ ചിന്തിക്കും, അല്ലാ എനിക്കിതിൽ പങ്കാളിയാകാൻ പറ്റൂലല്ലോ. പോട്ടെ, 100 രൂപ എന്റെ ഉണ്ട്, അത് കൊടുക്കുന്ന എങ്ങനെ? 5,000 കൊടുക്കുന്നുണ്ട്, 100 രൂപ കൊടുക്കുന്ന ബക്കറ്റിൽ കിടക്കട്ടെ, വിഷമിക്കണ്ട, നാളെ അതിന് പ്രതിഫലം ഉണ്ടാവും. അല്ല പറഞ്ഞു ഏറ്റവും വലിയ സാരസമ്പുഷ്ടമായ വാക്യം. അത് മാത്രമല്ല, ആരെ ചെറിയ തിന്മ ചെയ്യുന്നുവോ സംശയിക്കണ്ട മോള്. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യപുരുഷന കൂടെ കൈപിടിച്ചോടിയ ചെറുപ്പക്കാരികൾ ഉണ്ടാകുമ്പോ, പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ കൈപിടിച്ച് ഓടുമ്പോൾ, അങ്ങനെയുള്ള പെണ്ണുങ്ങൾ നാളെ പരലോകത്തെ കടന്നു വരുമ്പോ, ഞാനൊരു കാമകന് മെസ്സേജ് എഴുതിയെന്ന് വെച്ചിട്ടല്ല എന്നെ ശിക്ഷിക്കൂല. എന്തുകൊണ്ടെന്നറിയുമോ? ഞാൻ ചെയ്യുന്നത് ചെറിയൊരു തെറ്റല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാള് മുമ്പുണ്ടായിരുന്നു. അയാള് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തിട്ട് പറയുന്നവരെന്താണ്? അല്ലാഹു തആല ശിക്ഷ കൊടുക്കുന്ന, നരകം കൊടുക്കുന്ന തെറ്റെന്ന് പറഞ്ഞ അത് വലിയ വലിയ പാപങ്ങളാണ്, ചെറിയ ചെറിയ തിന്മകളല്ല. ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് മറുപടിയായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയാണ്. ആരുടെ ജീവിതത്തിൽ ഒരു ഡോക്ടർ അടിമണി തൂക്കമെങ്ങാനും തിന്മ വന്നുവോ, നാളെ പരലോകത്ത് അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. സഹോദരങ്ങളെ, നമ്മളെ സൂക്ഷിക്കാനുള്ള ചെറിയ പാപങ്ങളാണ്. ജീവിതത്തിൽ ഒരു ചെറിയ തിന്മ പോലും ചെയ്യാത്തവരുണ്ട്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ജീവിതത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുകയാ, സമസ്തയുടെ നേതാക്കന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? ഓപ്പറേഷൻ കഴിഞ്ഞ് കവളിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർമാരെ കൊണ്ട് കിടത്തുകയാണ്. ആ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോ ഇടത്തെ കവളിലെ ഓപ്പറേഷൻ ചെയ്തതിന്റെ വേദന, അല്ലാഹുവേ, വലത്തെ കൈവെള്ളയിലെ മുഖം മുരട്ടി വെച്ചുകൊണ്ട് കിടക്കുമ്പോ ഇടത്തെ കൈകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേദനയുള്ള ഭാഗത്ത് അദ്ദേഹം പൊത്തിപ്പിടിക്കുന്നത്. നല്ല ഭാഗത്ത് കൈവെള്ള, വലത്തെ കൈവെള്ളയിലെ തല വെച്ച് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനൊരു ചെറിയ തുണി കൊണ്ട് കൊടുക്കുകയാണ്. കവളിൽ നിന്ന് ഓടി വരുന്നതായ, കവളിൽ നിന്ന് വരുന്നതായ രക്തത്തിന്റെ തുള്ളികളെ തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കയ്യിരിക്കുന്ന ഒരു ചെറിയ തുണി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്, നിലത്ത് വെക്കാ. ആ പൊന്നുമോ നിലത്ത് വെച്ച സമയത്ത് ഇടത്തെ കൈകൊണ്ട് ആ തുണിയെടുത്ത് കവലിൽ നിന്ന് പൊടിഞ്ഞു വന്ന രക്തത്തുള്ളികളെ തുടച്ചു മാറ്റുകയാണ്. ആ പൊന്നുമോ ചോദിച്ചു, ഉപ്പാ, എന്തുകൊണ്ടാണ് എന്റെ കൈ കൊണ്ട് നിങ്ങൾ വാങ്ങാത്തത്? ഞാൻ തന്നപ്പോ എന്തുകൊണ്ടാ നിങ്ങൾ വാങ്ങാത്തത്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയുമോ? ഒരാളൊരു സാധനം തരുമ്പോൾ
പറഞ്ഞതുപോലെ ഈ വലത് കൈ കൊണ്ടാണ് വാങ്ങാനുള്ളത്. ഇടത്തെ കൈ കൊണ്ടല്ല വാങ്ങേണ്ടത്, വലത് കൈ കൊണ്ടാ വാങ്ങേണ്ടത്. പക്ഷെ എന്റെ വലത് കൈ എന്റെ കവിളത്തടത്തിന് താങ്ങായിരിക്കുകയാണ്, എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാ. നിങ്ങൾക്കറിയുമല്ലോ, ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മഹാനുഭാവന് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലെ ചെയ്യുന്നില്ല, ഒരു കറാഹത്ത് പോലെ ചെയ്യുന്നില്ല. വടക്കൻ ജില്ലകളിലെ പ്രസംഗത്തിന് വന്നപ്പോഴാണ്, അല്ലാഹുവേ കേരളം നിലനിൽക്കുന്നത് ആരുടെ മിടുക്കുകൊണ്ടാണ്? രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ മിടുക്കുകൊണ്ടല്ല, രാഷ്ട്രീയ നപുംസകങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, മുതലാളിമാരുടെ മിടുക്കുകൊണ്ടല്ല, പിന്നെയോ പാണ്ഡിത്യത്തിന്റെ കുലപതിമാരായ വലിയ വലിയ ആരിഫീങ്ങളായ പണ്ഡിതന്മാര് വാവാട് ഉസ്താദിനെ പോലെ സമസ്തയുടെ മുഷാവറ അംഗമാണ് സഹോദരങ്ങള്. എന്തോരു വിനയമാണ്, എന്തോരു വിനയമാ. ഈ തിങ്കളമേടനും മുടങ്ങാതെ സുന്നത്ത് നോമ്പ് പിടിച്ച് ഇന്ന് സന്തോഷത്തോടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാര് ഈ രാജ്യത്ത് ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് അല്ലാഹു തആല ആപത്തുകൾ നമുക്ക് തരാത്തത്. അല്ലാതെ നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ അധികാരം കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ആകാര സൗഷ്ഠവം കൊണ്ടല്ല, നമ്മുടെ ഭംഗി കൊണ്ടല്ല, പിന്നെയോ ഈ പണ്ഡിതന്മാരുള്ളത് കൊണ്ടാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന പണ്ഡിതന്മാരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവര്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്നവരാ. ഞാൻ ഓർത്തു പോകുന്നത് കൊല്ലം ജില്ലയിലെ തഴവ എന്ന പ്രദേശത്ത് പണ്ട് കാലങ്ങളിൽ വയലു പറഞ്ഞ തഴവ ഉസ്താദ്, ആ ഉസ്താദിന്റെ പേര് പറയാത്ത ഒരു വേദിയും ഇല്ലല്ലോ. ജീവിതത്തിൽ എത്ര സൂക്ഷ്മത പാലിച്ച മഹാനാണ്. വയലു പറയാൻ വേണ്ടിയിട്ട് വയലിനെ വിളിക്കാൻ സംഘാടകർ വരുമ്പോ ഇന്നും എന്റെ സഹോദരങ്ങളെ ഓർക്കേണ്ട വിഷയമാണ്. എത്ര ദിവസത്തെ വയലാണ് അത്? 5 ദിവസത്തെ വയലാണ്. മുട്ടപ്പറങ്ങിയിട്ട് ഓല പിടിച്ച് ചാച്ചിട്ട് അതിൽ നിന്നും ചീർക്കിലൊടിച്ചെടുത്ത് കറക്റ്റ് ബാഗിനകത്ത് വെച്ചുകൊണ്ടാ വയലിന് പോയത്. എന്തിനെന്നറിയോ? ആഹാരം കഴിച്ചിട്ട് പല്ല് കുത്താനാണ്. പള്ളിപ്പറമ്പിലെ ഓലയുടെ ഈർക്കിലെടുത്തിട്ട് പല്ല് കുത്തിയാൽ ക്യാൻസർ വരുമെന്ന് അൽമവാഹിബുൽ ജലിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥസമാഹാരത്തിൽ എഴുതി വെക്കുമ്പോ അനുവാദമില്ലാതെ മറ്റൊരുത്തന്റെ പുരയിടത്തിലെ ഓലയിൽ നിന്ന് ഈർക്കിലടിച്ച് പല്ലുകുട്ടിയ നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്ന് പേടിച്ചു പോയ ആദരണീയനായ തഴവ ഉസ്താദ് സ്വന്തം പുരയിടത്തിൽ നിന്ന് ഈർക്കിലടിച്ചിട്ടാണ് വയലിന് പോയത്. ആ വയല് പറഞ്ഞ മഹാരഥന്മാർ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നാരൊക്കെ സൂക്ഷ്മതയുള്ളത്, ഇന്നാരുടെ ജീവിതത്തിലോ സൂക്ഷ്മതയുള്ളത്. ഇന്ന് നമുക്കൊരു സൂക്ഷ്മതയില്ല. പഠിച്ചു വെച്ചോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നീ ചെയ്യുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം അള്ളാഹുവിന്റെ മുമ്പിലെല്ലാം പരസ്യമാക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാം പരസ്യമാക്കപ്പെടും പ്രിയപ്പെട്ടവരെ. ചെറുതായിരുന്നാലും നമ്മൾ സൂക്ഷിക്കൂല. ചെറുത് പലിശ വാങ്ങൂല, വ്യഭിചരിക്കൂല, കള്ള് കുടിക്കൂല, അങ്ങനെയുള്ള തിന്മകളൊന്നും നമ്മൾ ചെയ്യൂല. അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ എന്ത് ചെയ്യും? ജീവിക്കും. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളെ നമ്മൾ ഗൗനിക്കാറില്ല. ശരിയല്ലേ? പലിശ വാങ്ങൂല, വ്യഭിചരിക്കൂല, മദ്യപിക്കൂല, അതുപോലെ തന്നെ മറ്റൊന്നും നമ്മൾ ചെയ്യൂല. പക്ഷെ ചെറിയ ചെറിയ തിന്മകൾ അത് നമ്മൾ സൂക്ഷിക്കാറില്ല. എത്ര പേര് സൂക്ഷിക്കും? ഞാൻ ചോദിക്കട്ടെ. മുന്നോട്ട് തുപ്പുക കറാഹത്താണ്. വലതുഭാഗത്തേക്ക് തുപ്പുക കറാഹത്താണ്. ഇടത്തോട്ടും പിൻഭാഗത്തേക്കുമാണ് തുപ്പാനുള്ളത്. എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞ തഴവ ഉസ്താദ് വെള്ളം ദാഹിച്ചാൽ അദ്ദേഹം വെള്ളം കുടിക്കൂല. അങ്ങനെ വെള്ളം കുടിക്കേണ്ടി വന്നാൽ ഒരു മുട്ടായിയോ ഒരു പഴമോ എന്തെങ്കിലും ഒന്ന് കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം വെള്ളം കുടിക്കുക. ചോദിച്ചതെന്താ കാര്യം? അല്ലാഹ് പറഞ്ഞത് കുലൂ വശ്റബൂ എന്ന്, തിന്നോളിയും കുടിച്ചോളിയും എന്ന്. അപ്പൊ ഒരു 0% പോലും വിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയ മുൻഗാമികൾ നമുക്ക് മുമ്പിൽ ജീവിച്ചു പോയി. നമ്മളാണെങ്കിലോ അത് കറാഹത്തല്ലേ ഉള്ളൂ. ഞാനിപ്പോ എന്താ പ്രശ്നം? തൊപ്പി വെച്ചില്ല നിസ്കരിക്കാൻ, ആരെ കറാഹത്തല്ലേ ഉള്ളൂ, അത് സുന്നത്തല്ലേ ഉള്ളൂ, എന്തിനാ ചെയ്യുന്നേ? ഇതല്ലേ നമ്മുടെ ചിന്ത. ഇങ്ങനെ എന്നിട്ട് ആയിഷ ബീവി ഒരു ഉദാഹരണം പറഞ്ഞു. എന്താണെന്നറിയോ? ഒരു വിജനമായ പ്രദേശത്ത് ചെന്നു നബിയും സഹാബത്തും ചെന്നിട്ട് നബി പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല, നിങ്ങളൊന്ന് നടന്ന് കറങ്ങിയിട്ട് എന്ത് കൈ കിട്ടുമോ അതിവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാൾ പോയി ഒരു ചെറിയ എല്ലും കഷ്ണം കിട്ടി, അത് കൊണ്ടുവന്ന് നബിയുടെ മുമ്പിൽ വെച്ചു.
വേറൊരാളൊരു ചെറിയ തടിക്കഷ്ണം കൊണ്ടുവന്നു, വേറൊരാൾ ചെറിയ വേറെന്തോ ഒരു സാധനം കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ പോയ എല്ലാവരും അവരവരുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോ അത് ഒരു വലിയ കൂമ്പാരമായി മാറി. എന്നിട്ട് നബിതങ്ങൾ ഇതിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കാനുള്ളത് ചെറിയ പാപങ്ങളെയാണ്. കാര്യം എന്താണ്? ഈ ചെറിയ പാപങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കൂടി 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 ഹത്തായുഹ്കിർന, റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യനെ നിസ്സാരമാക്കി കളയാൻ ചെറിയ പാപങ്ങൾക്ക് കഴിയും. വലിയ പാപങ്ങൾ വന്നാൽ നമ്മൾ സൂക്ഷിക്കുകയും പെട്ടെന്ന് തൗബ ചെയ്യുകയും നമ്മൾ ചെയ്യും. ചെറിയ പാപങ്ങൾ ആരും സൂക്ഷിക്കാറില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഏറ്റവും വലിയ സാരസമ്പുഷ്ടമായ ഈ ആയത്ത് വരെ നന്നാകാൻ ഒരാൾക്ക് ചെറുതാണെങ്കിലും എന്ത് നന്മ ചെയ്യോ നാളെ പരലോകത്ത് നമ്മളത് കാണും. ഒരു ചെറിയ തിന്മ ചെയ്താലും മതി, നാളെ റബ്ബിന്റെ മുമ്പിൽ അത് കാണിക്കപ്പെടും. എന്തായിരുന്നാലും നമുക്കത് അള്ളാന്റെ മുമ്പിൽ എത്തിയേ മതിയോ. അള്ളാഹു നമ്മളെ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.